കേന്ദ്രഭരണ പ്രദേശമാക്കി. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇപ്പം നടത്തണം ഇലക്ഷൻ. ആരുടെ കുറ്റം? ഇതിൽ മോഡി എന്ത് കഴിച്ചു? ഇലക്ഷനും നടത്തി. ഒരു കാലത്ത് ഇന്ത്യയെ ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തിന് വീണ്ടും അധികാരം കൊടുക്കുകയും ചെയ്തു. ഇതാരുടെ കുറ്റം ചങ്ങാതി? ജനാധിപത്യമല്ലേ? വോട്ട് കിട്ടുന്നവൻ ജയിക്കും. അയാളുടെ പോലീസ് ഈ 2000 പേര് 3000 പേര് വീതം ആ കുന്നിൻ്റെ 7 ഭാഗത്തുള്ള കുന്നുകളുടെ നടുക്കുള്ള സ്വിറ്റ്സർലൻഡിനേക്കാൾ മനോഹരമായിട്ടുള്ള ആ സ്ഥലത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ ആൾക്കാർക്ക് ഒറ്റയടി പാതയോ കുതിരയുടെ പുറത്തടക്കെ എത്താൻ പറ്റുള്ളൂ. ആ സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കേണ്ടത് ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് സ്റ്റേറ്റിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് കേന്ദ്രമല്ലല്ലോ വരെ. ഇവിടെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ലേ എന്ന് പറയാം, അല്ലാണ്ട് പട്ടാളത്തോടാണോ പറയാൻ പോണേ? അപ്പോൾ അതാത് സ്റ്റേറ്റിൻ്റെ ധർമ്മമാണ്, അതാത് സ്റ്റേറ്റിലെ പ്രത്യേകമായ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പാലനം. ഇവിടെ ക്രമസമാധാന പാലനം ഇല്ലെങ്കിൽ ആരെ നമ്മൾ കുറ്റം പറയാം? ധാർമ്മികമായ ഉദ്യോഗസ്ഥന്മാരില്ല, ഭരണകർത്താക്കളില്ല എന്നാണ്. ഇത് രാമരാജ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതുണ്ട്. സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവാഭരണഭൂഷിതാം നിർഭയ പ്രതിപത്യന്തേ യഥാ രക്ഷതി ഭൂമിപാൽ. എന്താണ് രാമരാജ്യത്തിൻ്റെ പ്രത്യേകത? സർവ ആഭരണങ്ങളും ശരീരത്തിൽ അണിഞ്ഞ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പട്ടപ്പാതിരയ്ക്ക് ഒരു പുരുഷൻ്റെയും സഹായമില്ലാതെ ലക്ഷ്യത്തിൽ നിർഭയമായിട്ട് ചെന്ന് എത്തുമെന്ന് ഉറപ്പുള്ളത് എവിടെയാണോ അവിടെയാണ് ഭരിക്കുന്നവനുണ്ട്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ക്രമസമാധാന പാലനമുണ്ട്, നീതിയും ധർമ്മവുമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വാൽമീകി. ഇന്നതില്ലാത്തതിന് ആരുടെ കുറ്റം? അപ്പോൾ ധർമ്മം ക്ഷയിക്കുന്നു, നമ്മളത് ആചരിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് 5-6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒന്ന്, ഇതെന്താണെന്ന് പഠിക്കണം. പിന്നെ 1 മണിക്കൂർ മുമ്പോ മറ്റോ രഘു അതുപോലെ സുനിയൊക്കെ വിളിച്ചപ്പോൾ, ശശിയേട്ടനൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ ചാലക്കുടിയിൽ ഇന്ന് ഏപ്രിൽ 24-ാം തീയതി 2011 ഏപ്രിൽ 24-ാം തീയതിയാണ് പുട്ടപർത്തിയിലെ സത്യസായി ബാബ സമാധിയായത്. അപ്പോൾ ചാലക്കുടിയിലുള്ള സത്യസായി സമിതി രാവിലെ മുതൽ അവർ അർച്ചനകൾ, പൂജകൾ, ഭജനകൾ, അതിനിടയിൽ എന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നാൽ നമുക്കതും കൂടെ സ്മരിക്കാമല്ലോ. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഹെൽപ്പ് എവർ, എല്ലാവരെയും സഹായിക്കൂ. ഹർട്ട് നെവർ, ആരെയും ദ്രോഹിക്കാതിരിക്കൂ. ലവ് ആൾ, എല്ലാവരെയും സ്നേഹിക്കൂ. അതിൽ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ രാഷ്ട്രത്തിൻ്റെ അതിർത്തികളോ ഒന്നുമില്ല. എല്ലാവരെയും സ്നേഹിക്കൂ. സത്യം വേണം, ദയ വേണം, കരുണ വേണം, ശാന്തി വേണം, സ്നേഹം വേണം, സേവനം വേണം. ഇതൊക്കെയാണ് ബാബ പറഞ്ഞത്. അതുകൊണ്ടാണ് 2 ബില്യൺ കോടിക്കണക്കിന് ആൾക്കാർക്ക് കൃഷ്ണാ നദിയിലെ വെള്ളം 63 വർഷമായിട്ട് ഭരിച്ച ഇന്ത്യൻ സർക്കാരിനോ 4 സംസ്ഥാന സർക്കാരുകൾക്കോ സാധിക്കാതിരുന്ന കൃഷ്ണാ നദിയിലെ വെള്ളം ചെന്നൈ വരെ കുടിനീരെത്തിക്കാൻ ബാബയുടെ പ്രൊജക്റ്റ് മാത്രമേ വിജയിച്ചുള്ളൂ. ഒരു സർക്കാരിൻ്റെ ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സത്യസായി ബാബയെ നിരന്തരം വിമർശിച്ചിരുന്ന കരുണാനിധി, DMKയുടെ കരുണാനിധി ഭരണാധികാരിയായിരുന്ന തമിഴ്നാട്ടിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് സത്യസായി ബാബയ്ക്ക് ഷാളിട്ട് കൊടുത്തു കരുണാനിധി. വിശ്വാസം കൊണ്ടല്ല, ആദർശം കൊണ്ടല്ല, സത്യസായി ബാബയുടെ ശിഷ്യനായതുകൊണ്ടല്ല. പക്ഷേ 2 ബില്യൺ ആൾക്കാർക്ക് നദീജലത്വം കനാലിലൂടെ കൊണ്ടുവന്ന് കുടിവെള്ളം എത്തിക്കാൻ അദ്ദേഹം ചെയ്ത പ്രൊജക്റ്റ് 1858 കോടി രൂപയാണ് അന്ന് സത്യസായി ബാബയും ഭക്തജനങ്ങളും ചെലവിട്ടത്. അറിയോ നിങ്ങൾക്ക്? 25,000-ഓളം വീടുകൾ വെച്ച് കൊടുത്ത അമൃതാനന്ദമയി ഉണ്ട് അവിടെ. ആൾ ദൈവം എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നില്ലേ? പക്ഷേ ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം മകൾ പോലും ആ ആൾ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല കോളേജിലാണ് MBA പഠിച്ചതെന്ന് മറക്കാതിരിക്കുക. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് അധർമ്മമാണെന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അതേസമയം രഹസ്യമായിട്ട് പോയിട്ട് അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും കൂടി നടക്കുന്ന ഏക യുഗം ഏതാണ്? കലിയുഗം. അച്ഛൻ്റെ കൂടെ മകളെ വിടാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ യുഗം, ആങ്ങളയുടെ കൂടെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തി പ്രായപൂർത്തി ആയതോ ആവാത്തതായിട്ടുള്ള പെങ്ങന്മാരെ ഇരുത്തി പോകാൻ വീട്ടുകാർ ഭയക്കുന്ന യുഗമേതാ?
രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്ന പോലീസുകാരനടക്കം അധർമ്മം പ്രവർത്തിക്കുന്ന യുഗമേതാ? ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പറഞ്ഞ് യാചിച്ച് ചെല്ലുന്ന മന്ത്രിയില്ലല്ലോ, രാജാവും ഇല്ല, മന്ത്രി ഇന്നും ഇല്ലാണ്ടായി. അല്ലാത്ത മന്ത്രിമാരൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ആക്രമിക്കപ്പെടുകയും ലാത്തി കൊണ്ട് വീശുകയും ചെയ്യുന്ന ധർമ്മമുള്ള ഏക യുഗമേതാ? അപ്പോൾ ഈ യുഗത്തിലാണ് സനാതനധർമ്മവും കെട്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒന്ന്, അധ്യയനം ചെയ്യുക. അധ്യയനം ചെയ്യുന്ന എത്ര പേര് നമുക്കുണ്ട്? പാഠപുസ്തകങ്ങൾ വായിച്ചു. പുസ്തകങ്ങൾ 3 തരത്തിൽ വായിക്കാം എന്നാണ് പറയണത്. ഒന്ന്, വിഴുങ്ങ. ഇവിടെ ടീച്ചർമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം പിള്ളേർ വിഴുങ്ങി വരും അല്ലേ? ഒറ്റ വിഴുങ്ങൽ കൊടുക്കുക, അതിൽ ഒന്നും ഡൈജസ്റ്റ് ചെയ്യണ്ടാവില്ല. നിർബന്ധിതമാക്കി വിഴുങ്ങുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ ആശയങ്ങളോ ഒന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, വിഴുങ്ങ. വേറെ ചിലതോ ചവച്ചറക്കുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, മോളെ 10ാം ക്ലാസ്സാണ്, മോനെ 10ാം ക്ലാസ്സാന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? 9ാം ക്ലാസ്സാന്ന് ആരും പറഞ്ഞിട്ടില്ല. 1 മുതൽ 9 വരെ മിണ്ടാത്ത അമ്മയും ബന്ധുജനങ്ങളും ടീച്ചറും അയൽവക്കക്കാരും 10ാം ക്ലാസ്സായ ആകെ തുടങ്ങി. 10ാം ക്ലാസ്സിലല്ലേ? 10ാം ക്ലാസ്സിന് മുമ്പ് തുമ്പിക്കയുണ്ടോ? അവിടെയും പഠിച്ചാൽ മതി. ഏറ്റവും എളുപ്പം 10ാം ക്ലാസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 9ാം ക്ലാസ്സിലാണ് കൂടുതൽ സിലബസ് ഉള്ളത്. പക്ഷേ നമ്മൾ 10ാം ക്ലാസ്സിനെ പറഞ്ഞ് പേടിപ്പിക്കും. അവരെന്ത് ചെയ്യും? അരച്ച് ചവച്ചരയ്ക്കും. അത് മാർക്ക് കിട്ടണം, എ ഗ്രേഡ് കിട്ടണം. കാരണം ഗ്രേഡ് ഇല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഋഷിരാജ് സിംഗ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ 3rd ക്ലാസ്സിൽ പാസ്സായി, വേറൊരു ഡിപ്ലോമയേ ഉള്ളൂ എന്ന്. പക്ഷേ ഡിപ്ലോമക്കാരൻ ഇപ്പോൾ ഇരിക്കുന്നത് സിഡ്നിയിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാർട്ടൂൺ പ്രോഗ്രാം ചെയ്യുന്ന ആളായിട്ടാണ് അദ്ദേഹം ആ പറയുന്ന ഗ്രാഫിക്സ് പഠിച്ചു പോയത്. മറിച്ച് ഏറ്റവും നല്ല റാങ്കും എല്ലാത്തിലും A+ ഉള്ള എത്രയോ പേര് ഒരു തൊഴിലും ഇല്ലാതെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ പ്രായോഗിക പരിശീലനം കൊടുക്കുന്നതിൽ പോലും നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസൃതമല്ലാത്ത പോയി എവിടേക്കോ ആയിത്തീരുകയാണ്. ഒരു താല്പര്യമില്ലാതെ പഠിക്കാൻ പോകുമ്പോഴാണല്ലോ ഹോസ്റ്റലിൽ വെച്ച് വേണ്ടാധീനം ചെയ്യാനുള്ള സമയമൊക്കെ അവർക്ക് കിട്ടണമല്ലോ. ഈ പഠിച്ചുകൊണ്ടിരിക്കണ്ടേ? എത്ര പഠിച്ചാലോ തീരുക? അപ്പോൾ ചവച്ചിറക്കുന്ന പുസ്തകങ്ങൾ കുറേ ഉണ്ട്, അത് പാഠപുസ്തകങ്ങളാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എല്ലാത്തിലും A+ കിട്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടി 5 വർഷം മുമ്പ് പഠിച്ചൊരു ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു 3 ചോദ്യം ചോദിച്ചാൽ ആ A+ കിട്ടിയ രീതിയിൽ ഉത്തരം പറയുമോ? ആ പരീക്ഷ കഴിഞ്ഞോടുകൂടി അത് മറന്നു, ശരിയല്ലേ? മറിച്ച് അയവിറക്കേണ്ട പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ രാമായണം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ കുറ്റം കണ്ടെത്താൻ വേണ്ടി വായിച്ചതാണ്. പക്ഷെ വായിച്ചിപ്പോൾ അതിൽ നിന്ന് എത്ര പ്രാവശ്യം വായിച്ചു എന്ന് എനിക്കറിയില്ല. എൻ്റെ പുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വക്കില്ല, മൂലയില്ല, പേജൊക്കെ കീറി. കാരണം എന്തറിയോ? 5-8 എണ്ണം വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം വാങ്ങിച്ച പുസ്തകമേ അതിൻ്റെ രൂപം പോയി. എന്താ കാരണം? അത് ഷെൽഫിൽ ഒരിക്കലും അനങ്ങാതെ കാറ്റുകൊള്ളാണ്ട് വയ്ക്കുന്ന പുസ്തകമല്ല, അത് നിരന്തരം ഉപയോഗിക്കുകയാണ്, അയവിറക്കുകയാണ്. ഓരോന്ന് പുതിയത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കിട്ടുകയാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് ധാർമ്മികമായ ബോധം നൽകും. അല്ലാണ്ട് വേദമൊക്കെ വായിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊന്നും വിശ്വസിക്കേണ്ട. ഇപ്പം സംഗച്ഛദ്വം സംവദദ്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹചിത്തമേഷാം സമാനീവ ആകൂതി സമാനികൃതയാനിവ സമാനമസ്തു ഓമനോ യഥാവസ്തു സഹാസതി. ഇതൊക്കെ പഠിക്കാർക്ക് നേരം. പക്ഷെ അതിലെ വാക്കുകളുടെ അർത്ഥം നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കൂ. സംഗച്ഛദ്വം സംവദദ്വം, നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. സംഘടന ഉണ്ടാകണ്ട എന്ന വേദത്തിൽ ഏതെങ്കിലും ഋഷീശ്വരന്മാർ പറഞ്ഞോ? സംഗച്ഛദ്വം, നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകണം, നമ്മുടെ ദിശ ഒന്നായിരിക്കട്ടെ. സംവദദ്വം, നമ്മുടെ ഭാഷണങ്ങൾ, നമ്മുടെ ചിന്തകളും സംസാരമൊക്കെ ഏകീകൃത ഭാഗത്തിലായിത്തീരട്ടെ. സംഭവ മനാംസി ജാനതം, നമ്മുടെ മനസ്സുകളൊന്നായി തീരട്ടെ, അല്ലാണ്ട് തല്ലുകൂടിയിരിക്കാനല്ല പറഞ്ഞത്. അങ്ങനെ ദേവാഭാഗം യഥാപൂർവേ, ദേവന്മാർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണോ യഥോചിതം പ്രവർത്തിച്ച് ധർമ്മത്തെ നിലനിർത്താനുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയത്, അത് നമുക്കുണ്ടായിത്തീരട്ടെ. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉപനയനം കഴിഞ്ഞ് ഗുരുകുലത്തിലെ ഗുരുവും ശിഷ്യനും കൂടി ഉദിച്ചു വരുന്ന സൂര്യൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ
തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ എന്ന് പഠിപ്പിക്കുമായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു. ഇത് കഴിഞ്ഞാൽ ശിഷ്യനോട് പറയാണ്, ഈ കാണായ ലോകത്ത് ഞാൻ പഠിപ്പിച്ചതൊക്കെ വളരെ പരിമിതമായിരിക്കും ശിഷ്യ, അതുകൊണ്ട് നിന്റെ വിദ്യ ഇനിയും തുടരേണ്ടതുണ്ട്, അല്ലാണ്ട് എൻഡല്ല. ദ എഡ്യൂക്കേഷൻ ഈസ് എൻ എൻഡ്ലെസ് പ്രോസസ്. വോംബ് ടു ടോംബ് എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രം മുതൽ അവസാനത്തെ പട്ടടയിൽ ചേരുന്നത് വരെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു സനാതന ധർമ്മത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. പക്ഷെ ആ ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ വായിക്കുന്നില്ല, വായിക്കുന്നവരെ സമ്മതിക്കില്ല. ഇനി ആരെങ്കിലും ഒരാൾ ഇതുപോലെ പറയാൻ നിന്നാൽ നേരം തരില്ല, ശരിയല്ലേ, അവസരം തരില്ല. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സാധിക്കുമെങ്കിൽ ധർമ്മഗ്രന്ഥങ്ങൾ വായിച്ച് ആ ദേവഋണം, ഋഷിഋണം നമ്മൾ വീട്ടുക. സനാതനധർമ്മത്തിൽ 5 ഋണങ്ങളുണ്ട്. 5 മഹായജ്ഞങ്ങൾ ചെയ്യാനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും പ്രത്യുൽപാദനം നടത്തി തലമുറ വളർത്തുന്നതും കൊടുക്കുന്നതും. ദേവഋണം, ഋഷിഋണം, പിതൃഋണം, മനുഷ്യഋണം, അതുപോലെ തന്നെ ഭൂതഋണം. ഉറുമ്പിന് വരയ്ക്കും ഭക്ഷണം കൊടുക്കാൻ അരിയില്ലാതെ വന്ന സമയത്ത് കാരണവർ പറഞ്ഞു, നീയൊരു കാര്യം ചെയ്യൂ, അരി മുഴുവനില്ലെങ്കിൽ ഒരു പിടി അരിയെടുത്ത് പൊടിച്ച് കോലമായി അണിയൂ, ലക്ഷ്മി വരുന്നതോടൊപ്പം ഉറുമ്പുകൾക്കും ഭക്ഷണമായി തീരട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകത്തിൽ പറഞ്ഞത് കൃത്യമാണ്. ഒരു പീഡ ഉറുമ്പിനും കൂടി ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പ്, അതാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ പ്രത്യേകം. എല്ലാവരും സന്യാസിമാരാകണമെന്ന് ഹിന്ദു ധർമ്മം പറഞ്ഞിട്ടേയില്ല. ഓ സ്വാമി, തൻ്റെ ജീവിതത്തിലെ വിരക്തി കൊണ്ട് ഈ സമാജത്തിലെ മറ്റെല്ലാ തരത്തിലുള്ള ലൗകികമായ, ലൈംഗികതയല്ല ലൗകികമായ ഈ ലോകസംബന്ധമായ ഒന്നിനോടും പ്രതിപത്തിയില്ലാതെ വരുമ്പോൾ പൊക്കോളൂ. ഇല്ലെങ്കിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത്രയേ പറഞ്ഞുള്ളൂ. അവസാന കാലത്ത് ഒന്നിനും കൊള്ളാണ്ടാവുമ്പോഴെങ്കിലും ആ 4ാമത്തെ മാർഗം ചെയ്താൽ മതി. അല്ലാണ്ട് ഓടിപ്പോയിട്ട് എല്ലാവരും ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യണമെന്ന് നമ്മുടെ ധർമ്മം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അധ്യയനം ചെയ്യണം. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്വാധ്യായം വേണം. പിന്നെയോ അധ്യാപനം നടക്കണം. ഈ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കണം. പിന്നെയോ അനുഷ്ഠാനം വേണം. ആരും കൈയടിക്കാനില്ലെങ്കിലും സ്വന്തമായി ഇത് അനുഷ്ഠിക്കണം, അപ്പോഴത് നിലനിൽക്കുള്ളൂ. പിന്നെയോ ആചരണം വേണം. ഇപ്പം നമ്മളിവിടെ മത്സ്യത്തിൻ്റെ ആ അവതാരത്തിനെ മനോഹരമായി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇത്രയും മനോഹരമായി ഈ 10 ദിവസം ഭഗവാന്റെ ആ ഒരു അവതാരങ്ങളെ ജീവനുള്ളതുപോലെ ആക്കി തീർക്കുന്ന ഒരു മഹത് സവിധത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു ആചാരം നടക്കുന്നുണ്ട് ഇവിടെ. ആചരണം വേണം. അപ്പോൾ എന്തൊക്കെ വേണം? അധ്യയനം, അധ്യാപനം, അനുഷ്ഠാനം, ആചരണം. എന്നാലും ഇത് നിലനിൽക്കുള്ളൂ. ആരും ആചരിച്ചില്ലെങ്കിൽ ഹിന്ദുധർമ്മം ഇവിടെ നിലനിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റുള്ള സ്ഥലത്തൊക്കെ എന്തേ നമ്മുടെ ദുർഗയ്ക്കും നമ്മുടെ വിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനൊക്കെ ശക്തിയില്ലാതെ പോയി? അത് ആചരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, മറ്റു ചില ആൾക്കാരായി ആചരിക്കില്ല. ശരിയായില്ലേ? അപ്പോൾ ആചരണത്തിന് ശേഷം മറ്റേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സംരക്ഷണം. ഈ ധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ശക്തി കൊണ്ടും സംഘടിത ശക്തി കൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടാവണം. മറ്റൊന്നാണ് പ്രചാരണം. ഇത് ജനങ്ങൾ അറിയണ്ടേ? ഇവിടുത്തെ പെന്തക്കോസ്റ്റുകാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബൈബിളും കൈ വെച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ അവർ പ്രചരിപ്പിക്കാൻ നടക്കണ്ടേ രാവിലെ തൊട്ട് വൈകുന്നേരം? ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. ഒന്ന് നമ്മുടെ അറിയില്ല, മറ്റത് ഏതോ കിട്ടുമെന്നുള്ള ധാരണയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ സങ്കല്പം വെച്ചുകൊണ്ടാണ് നമ്മളോട് എല്ലാവരോടും പറയുന്നത്. പക്ഷേ സ്വർഗരാജ്യം വേണ്ട എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളുള്ളതാണ് നമ്മുടെ മഹാഭാരതത്തിൽ അവസാന രംഗം. ജയമെന്നാണ് മഹാഭാരതത്തിൻ്റെ പേര് എന്നുള്ളത് മറക്കണ്ട. അത് മഹാഭാരതമാക്കി നമ്മൾ ചിത്രീകരിക്കുകയാണ്. ജയം എന്നാണ് അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ പേര്, വ്യാസൻ എഴുതിയിട്ടിരിക്കുന്നത്. അതിൽ അവസാന രംഗം എന്താ? വലിയൊരു മഹാപ്രയാണത്തിലേക്ക് യുധിഷ്ഠിരനും മറ്റു പാണ്ഡവന്മാരും ദ്രൗപദിയോടൊപ്പം നടന്നു പോകുമ്പോൾ ദ്രൗപദി ആദ്യം വീഴുപോയി. പ്രാണപ്രേയസിയായിട്ടുള്ള ദ്രൗപദി വീഴുന്നത് കണ്ട് ഭീമന് ഉള്ളുരുകിപ്പോയി. കാരണം സത്യത്തിൽ ദ്രൗപദിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരൊറ്റ ആളെയുള്ള പാണ്ഡവന്മാർ, അത് ഭീമനായിരുന്നു. ജ്യേഷ്ഠ,
യുധിഷ്ഠിരങ്ങനെ നോക്കാണ്ട് പിന്തിരിഞ്ഞ് നോക്കാണ്ട് നടക്കുകയാണ്. കാരണം മഹാപ്രയാണമാണ്, പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. ലക്ഷ്യത്തിലെത്തുന്നവരെ പിന്തിരിയാൻ പാടില്ല. തൻ്റെ കൂടെയുള്ളവരാരെയും ശ്രദ്ധിക്കാൻ പാടില്ല. വീണല്ലോ ദ്രൗപദി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അഞ്ചിനെയും ഒന്നായി കാണാൻ പറഞ്ഞ അമ്മയുടെ വാക്ക് പല കാരണങ്ങൾ കൊണ്ടും സ്ത്രൈണ വികാരങ്ങൾ കൊണ്ടും വ്യത്യസ്തത വരുത്തിയത് കൊണ്ടായിരിക്കാം ഭീമ ദ്രൗപദി വീണത്. മനസ്സിലാവുണ്ടോ? റീസണിങ് ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ നകുലനും സഹദേവനൊക്കെ എന്നും പറഞ്ഞ് വീഴാൻ തുടങ്ങി. ആയുധങ്ങളിലെ മെറ്റലർജിക്കൽ എൻജിനീയറിങ്ങിൽ ഞാനാണ് ഒന്നാമനെന്നൊരു അഹങ്കാരം അവനുണ്ടായിരുന്നുകൊണ്ട് അവൻ വീണു. അശ്വഹൃദയം അറിയാനും യുദ്ധചാതുര്യങ്ങൾ എനിക്കറിയാമെന്നൊരു അഹങ്കാരം ഈ രണ്ടനിയന്മാർക്കുണ്ടായി, നകുലനും സഹദേവനും. ഇത് കഴിഞ്ഞപ്പോൾ ഭും എന്നൊരു ശബ്ദം കൂടെ കേട്ടു. അപ്പോൾ അർജുനൻ പോയല്ലോ ചേട്ടാ. അപ്പോൾ പറഞ്ഞു, എല്ലാം ഞാനാണ് ഗാണ്ഡീവം കൊണ്ട് നേടിയതെന്ന് എവിടെയോ അവന് തോന്നിയിട്ടുണ്ടാകാം. അവന് വേണം. ഈ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വലിയൊരു ശബ്ദത്തോടുകൂടി ഭീമനും തീർന്നു. 100 പേരുടെ തലയറക്കുന്നതിൽ അപൂർവമായിട്ടുള്ള കുറച്ചാളുകളെ ഒഴിച്ച് 100 പേരെ മുഴുവൻ ഒതുക്കിയത് ഞാനാണെന്നുള്ളൊരു അഹങ്കാരം ഒരുപക്ഷെ നിന്നിലും തോന്നിയിട്ടുണ്ടാവില്ലേ അനുജ. അപ്പോൾ വഴിയിൽ വീണുപോയി. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞ നായക്കുട്ടി, ദ സ്ട്രീറ്റ് ഡോഗ് അല്ലേ, അങ്ങനെ എന്താ പറയാ, നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുന്ന പട്ടിയില്ല, ആ നായക്കുട്ടിക്ക് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോഴുണ്ടൊരു രഥം വരുന്നു, സ്വർഗത്തിലേക്കുള്ള ഇതാണ്. അപൂർവങ്ങളിലെ ഈ രഥം വരണം സ്വർഗമൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോഴാണ് യുധിഷ്ഠിരൻ പറഞ്ഞ്, ഞാനില്ല. എന്താ കാരണം? എൻ്റെ കൂടെ മഹാപ്രയാണത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ സഹയാത്രികനായിട്ടുള്ളൊരു സഹജീവിയാണ് നായരൂപത്തിലാണെങ്കിലും അതിന് കിട്ടാത്ത സ്വർഗമൊന്നും എനിക്ക് വേണ്ട. തൻ്റെ കൂടെ വലിഞ്ഞു കയറി വന്ന ഒരു സ്ട്രീറ്റ് ഡോഗ്, ഒരു നായ, അതിനില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നൊരു മനസ്സ്. അതുകൊണ്ട് ഹിന്ദുക്കളെ, സനാതനധർമ്മികളെ സ്വർഗരാജ്യത്തെ കാട്ടി പിപ്പടാച്ചി കാണിക്കരുതെന്നാണ് എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത്. കാരണം സ്വർഗരാജ്യത്തിന് അപ്പുറത്ത് ചിലതുണ്ട്. അപ്പോഴാണ് യമരൂപം, കാലധർമ്മം, ധാർമ്മികമായിട്ടുള്ള ഒരു കാലസ്വരൂപൻ്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, ഇത് നിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷനായിരുന്നു. നീ യഥാർത്ഥത്തിൽ അർഹനാണോ, ധർമ്മപുത്രൻ എന്ന് പറയപ്പെടുന്ന വിധത്തിലേക്ക് നീ അർഹനാണോ എന്നുള്ള ലാസ്റ്റ് ടെസ്റ്റായിരുന്നു അത്. അതിൽ നീ വിജയിച്ചിരിക്കുന്നു, ഇത് നിനക്കുള്ളതാണ്. പക്ഷേ നേരിട്ട് സ്വർഗത്തിലേക്കല്ല പോവുക, വയാനരകം. മനസ്സിലാവും? അതെന്താ വയാനരകം? ഗുരുവിനെ, അശ്വത്ഥാത്മാവിൻ്റെ മകനെന്ന പേരിൽ അശ്വത്ഥാത്മാവിന് വേണ്ടി മാത്രം ഹൃദയം തുടിച്ചിരുന്ന ദ്രോണനെന്ന, ജനനം കൊണ്ട് ബ്രാഹ്മണനും ജീവിതം കൊണ്ട് ക്ഷത്രിയനുമായി ലക്ഷണം കൊണ്ട് ആർക്ക് വേണമെങ്കിലും ആകാമല്ലോ. അങ്ങനെ ആ ദ്രോണനെ ഇല്ലായ്മ ചെയ്യാൻ, ആയുധമെടുത്ത ദ്രോണനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ആയുധം താഴെ വെപ്പിക്കാൻ വേണ്ടി ആവശ്യമുണ്ടായിട്ടാണെങ്കിലും ഒരു ചെറിയ നുണ പറയേണ്ടി വന്നു യുധിഷ്ഠിരൻ. അശ്വത്ഥാത്മാവ് എന്ന ആനയെ ഭീമൻ തച്ചു തകർത്തു. അതിന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി, യുദ്ധം തോറ്റുപോയാലും കുഴപ്പമില്ല, എത്ര കാലം കാട്ടിച്ചാത്ത് കിടന്ന് താമസിച്ചാലും കുഴപ്പമില്ല, ഞാനിനി നുണ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നീ സത്യം പറഞ്ഞാൽ മതി. കണ്ടത് പറയാൻ പറ്റുമോ? കണ്ടത് പറയാം. എന്താണ്? ഭീമ കൊണ്ടുവരൂ അശ്വത്ഥാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനക്കുട്ടിയുടെ പേരങ്ങിട്ടു. ഇതാണ് അശ്വത്ഥാമാവ്. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഏതോ സിനിമയിലില്ലേ ഇത് മനസ്സിലായോ? താക്കോലിട്ട് തിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കഥാപാത്രം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇതിൻ്റെ പേരാണ് അശ്വത്ഥാത്മാവ്. ഭീമ കൊടുക്ക് ഗത കൊണ്ട് 2 പെട കൊടുത്തു, തകർന്നു പോയി. ഇപ്പം അശ്വത്ഥാത്മാവ് തീർന്നു. ഇത് കണ്ടത് ശരിയാണോ? ഇത് സത്യമാണോ? ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷെ പറയുമ്പോൾ ഒരു മോഡുലേഷൻ വരുത്തണം. അതെങ്ങനെയാണ്? അശ്വത്ഥാത്മാ ഹതകഞ്ചര എന്നുവെച്ചാൽ അത് പതുക്കെ പറഞ്ഞു. ആന എന്ന ആനയെ ഭീമൻ ഇല്ലാണ്ടാക്കി. ഈ ഒരു പാപം ചെയ്തതുകൊണ്ട് സ്വർഗത്തിൽ പോണ രഥം എതികൂടെ പോയി? നരകത്തിൽ കൂടെ പോയി. ഈ നരകവാസികളെല്ലാവർക്കും ഈ യുധിഷ്ഠിരൻ്റെ ആ വരവ് കണ്ടപ്പോൾ
അതുവരെ ഉണ്ടായിരുന്ന നിഷ്ഠൂരമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്നും ഇളം തെന്നലുകൾ വീശാൻ തുടങ്ങിയതാണ്. അപ്പോൾ നരകവാസികൾ പറയുന്നുണ്ട്, എൻ്റെ യുധിഷ്ഠിര കുറച്ച് നേരെങ്കിലും ഇവിടെ നിന്നിട്ട് പോകൂ, കാരണം നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു സുഖം കിട്ടുന്നുണ്ടെന്നാണ്. ഇതൊക്കെയാണ് നമ്മൾ, അല്ലാണ്ട് ആരും പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും മതം മാറ്റാനൊന്നും നമ്മൾ ഈ സ്വർഗത്തെ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. സ്ത്രീയശ്ച, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യസ്യ പുത്ര വശീഭൂത ഭാര്യ ചന്ദാനുഗാമിനി വിഭവേയശ്ച സന്തുഷ്ട തസ്യ സ്വർഗം ഇഹൈവഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളുള്ള വീട്, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരുമിച്ച് ചർച്ച ചെയ്ത് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന വീട് എവിടെയാണോ അവിടെയാണ് സ്വർഗം. ഭാര്യ ചന്ദാനുഗാമി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ആദരവ് വേണം, കാരണം പുരുഷന്മാർ മനഃശാസ്ത്രപരമായിട്ട് ഇത്തിരി ഈഗോയിസ്റ്റിക്കാണ്. ഒന്ന് വകവെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭാര്യയെ സ്നേഹത്തോടുകൂടി, വലിയ റൊമാൻറ്റിക് ഒന്നും ഇല്ലെങ്കിലും ഉള്ളിലായാലും സ്നേഹം ഉണ്ടാവും, വഞ്ചിക്കാനും പാടില്ല. ഇത് രണ്ടുമാണ് സ്ത്രീകൾ ആലോചിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഈ 10,000-50,000 രൂപ കൊടുത്ത് എല്ലാ ദിവസവും നമുക്ക് ഈ ആഭരണമൊക്കെ വാങ്ങിച്ചു കൊടുക്കൽ പരിപാടി നടക്കില്ല. അപ്പോൾ അതൊന്നും അവർ ആഗ്രഹിക്കണമല്ലോ, ഒരു സ്നേഹസമൃദ്ധമായിട്ടുള്ളൊരു ആശ്ലേഷം. ഇടുകയാണ് കേട്ടോ എന്നൊക്കെ ഒന്ന് പറയാം. ഇതൊക്കെ ഒന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഭാര്യ ചന്ദാനുഗാമി, പരസ്പരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുന്ന വീട് സ്വർഗമാണ്. വിഭവേയശ്ച സന്തുഷ്ട, വരുമാനത്തിനനുസൃതമായി മാത്രം ചെലവുകളെ ക്രമീകരിക്കുന്ന വീട്, കടക്കണിയിൽ പെടാതെ, ജപ്തിയിൽ പെടാതെ, ആത്മഹത്യയിൽ പെടാതെ, മദ്യപിച്ച് കാശ് കളഞ്ഞ് അവസാനം നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും കൈ കഴുകുന്ന ഗതികേടില്ലാതെ സ്വർഗരാജ്യമായിരിക്കും. തസ്യ സ്വർഗം ഇഹൈവഹി. സ്വർഗം ആകാശത്തിലില്ല. ചന്ദ്രനിൽ പോകുന്ന വഴിക്ക് നമ്മുടെ റോക്കറ്റ് പോയിട്ടുള്ള ഒരൊറ്റ സ്ഥലത്തും സ്വർഗരാജ്യം കണ്ടിട്ടില്ല. ചൊവ്വയിലേക്ക് നമ്മൾ കയറ്റി വിട്ട ഒരൊറ്റ സ്ഥലത്തും സ്വർഗത്തിൻ്റെ ഒരു സിഗ്നലും കിട്ടിയിട്ടില്ല കൂട്ടരെ. ഈ നാട്ടിൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളൂരിൻ്റെ ആ ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. പിന്നെ എപ്പോഴെങ്കിലും ഈശ്വരൻ ഇതുപോലെ എനിക്കൊരു അവസരം തരുമ്പോൾ നമുക്ക് തുടങ്ങാം. അതിലേറ്റ് പറയുന്നത്, നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിടാം, നമുക്ക് നാമേ പണിവത് നാക്കം, നരകവും അതുപോലെ. നാം അല്ലാതെ ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ട് ധാർമ്മികമായി നിലനിർത്തുന്ന ഈ 5-6 കാര്യങ്ങൾ കൂടെ ചെയ്തുകൊണ്ട് ഒരിക്കലും നശിക്കാത്തൊരു ധർമ്മത്തെ നിലനിർത്താൻ ഈ ദശാവതാര ചാർത്തിലൂടെ, ആ ഒരു വരുന്ന അറിവിലൂടെ, ഇത്തരം സത്സംഗങ്ങളിലൂടെ ഇടവരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ വേദി എനിക്കൊരവസരം തന്നതിനുള്ള നന്ദിയും, ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മുടെ സാക്ഷാൽ യുവരാജ് ഗോകുലിന് വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയാനുള്ള ഒരു അവസരത്തിനും കൂടി ഞാനിത് ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.